ഫിസിക്സ് SSLC മോഡൽ എക്സാമിനേഷൻ സെക്ഷൻ എൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന AC-യുടെ ആവൃത്തി. AC-യുടെ ആവൃത്തി ഏതാണ്? 50 Hz അല്ലേ? 50 Hz ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ടിൻഡൽ പ്രഭാവത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് വിസരണം അല്ലേ? വിസരണമാണ് ടിൻഡൽ പ്രഭാവത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം. മൂന്നാമത്തെ ചോദ്യം പ്രതിപതന തലങ്ങൾ തമ്മിൽ 45 ഡിഗ്രി കോണളവിൽ ക്രമീകരിച്ചിരിക്കുന്ന രണ്ട് സമതല ദർപ്പണങ്ങൾക്കിടയിൽ ഒരു വസ്തു വെച്ചാൽ എത്ര പ്രതിബിംബങ്ങൾ കാണപ്പെടും? 45 ഡിഗ്രി കോണളവിലാണ് രണ്ട് സമതല ദർപ്പണങ്ങൾക്കിടയിൽ ഒരു വസ്തു വെച്ചാൽ എത്ര പ്രതിബിംബങ്ങൾ കാണപ്പെടും? പ്രതിബിംബങ്ങൾ കാണാനുള്ള ഇക്വേഷനിലെ പ്രതിബിംബങ്ങളുടെ എണ്ണമാണ് കാണാനുള്ളത്. പ്രതിബിംബങ്ങളുടെ എണ്ണം എന്നിലെ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 360 ഡിഗ്രി ബൈ തീറ്റ -1. നമ്മൾ സർക്കിളിൻ്റെ മൊത്തം ആംഗിൾ എടുക്കൽ 360 ഡിഗ്രി അല്ലേ? ബൈ തീറ്റ അല്ലേ? എത്രയാണ് ഇവിടെ ആംഗിൾ? 45 ഡിഗ്രിയാണ് അല്ലേ? കോണളവ് തന്നിട്ടുള്ളത്. ആ തീറ്റൻ്റെ അവിടെ 45 ഡിഗ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ? 320 ഡിഗ്രി ബൈ 45 -1. അപ്പോൾ 360-ൽ എത്ര 45 ഉണ്ട് അല്ലേ? 8 45കൾ ചേരുമ്പോഴാണ് 360 ഡിഗ്രി ആവുന്നത്. അപ്പോൾ 8 - 1 7 എന്ന് നമുക്ക് ആൻസർ കിട്ടും. പ്രതിബിംബങ്ങൾ എത്ര എണ്ണം കാണാൻ കഴിയുമെന്നാണ് ചോദിച്ചത്. 7 പ്രതിബിംബങ്ങൾ കാണാൻ കഴിയും. നാലാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ മോട്ടോർ തത്വം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണം ഏത്? മോട്ടോർ തത്വം ഉപയോഗിച്ച് ഏതാണ്? ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ അല്ലേ? ആണ് മോട്ടോർ തത്വം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണം അല്ലേ? ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറാണ്. അഞ്ചാമത്തെ ചോദ്യം ഒരു DC ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ പ്രേരിതമാവുന്ന വൈദ്യുതിയെ സൂചിപ്പിക്കുന്ന ശരിയായ ഗ്രാഫ് ഏത്? അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഗ്രാഫ് അല്ലേ? സമയത്തിനനുസരിച്ച് കറണ്ട് ഇങ്ങനെ പോകുന്നത് അതാണ് AC ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ കാണിക്കുന്ന വൈദ്യുതിയിലെ കറണ്ട് അല്ലേ? കറണ്ടിനെ സൂചിപ്പിക്കുന്ന ഗ്രാഫാണ്. ഇവിടെ കറണ്ട് ഇവിടെ സമയമില്ലേ? സമയത്തിനനുസരിച്ച് കറണ്ട് ഇതാ ഇങ്ങനെയാണ് പോകാറ് അല്ലേ? DC ജനറേറ്ററിൻ്റെ ആർമേച്ചറിലാണ്. DC ജനറേറ്ററിൻ്റെത് ഇങ്ങനെയാണ് അല്ലേ? ഇതുപോലെയല്ല പോവല് അല്ലേ? ഇങ്ങനെയൊന്നുമല്ല. DC ജനറേറ്റർ മുകളിലോട്ടും താഴോട്ടും അല്ലേ? മുകളിലോട്ടും താഴോട്ടും അങ്ങനെയുള്ളതാണ് DC ജനറേറ്ററിൻ്റെത്. ഈ സെക്ഷൻ ബിയിൽ ആറാമത്തെ ചോദ്യം വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് ഏത് തരം ദർപ്പണങ്ങളാണ്? എന്തുകൊണ്ട്? നമ്മുടെ വാഹനത്തിൻ്റെ മിറർ ഏതാണ്? കോൺവെക്സ് മിററാണ് അല്ലേ? കോൺകേവ് അല്ല, കോൺവെക്സ് അല്ലേ? കോൺവെക്സ് മിററാണ്. അതെന്തുകൊണ്ട് അല്ലേ? കോൺവെക്സ് മിററാണ്. ഒരു കോൺവെക്സ് മിറർ ഡ്രൈവറെ തൻ്റെ പിന്നിലുള്ള ട്രാഫിക്കിൻ്റെ വലിയ പ്രദേശം കാണാൻ പ്രാപ്തമാക്കുന്നു. അതായത് പരമാവധി വീക്ഷണ വിസ്തൃതി അല്ലേ? പരമാവധി വീക്ഷണം അല്ലേ? ബാക്കിലുള്ളതൊക്കെ കാണാൻ കഴിയുന്നത് കോൺവെക്സ് മിറർ ആയിട്ടാണ്. കോൺവെക്സ് മിറർ ബാക്കിലുള്ള എല്ലാ ട്രാഫിക്കിനെ വലുതാക്കിയിട്ടില്ലേ പരമാവധി വീക്ഷണ വിസ്തൃതിയിൽ കാണാൻ സാധിക്കുന്നു അല്ലേ? പ്രാപ്തമാക്കുന്ന മിററാണ് കോൺവെക്സ് മിറർ. അതുകൊണ്ടാണ് കോൺവെക്സ് മിറർ കാറിൻ്റെ മിററായിട്ടില്ലേ? ഫ്രണ്ടിലുള്ള മിററായിട്ട് വെക്കാൻ കാരണം. ഏഴാമത്തെ ചോദ്യം 230 V 100 W എന്ന് രേഖപ്പെടുത്തിയ ഒരു ഇലക്ട്രിക് ബൾബ് 115 Vയിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പവർ എത്രയായിരിക്കും? പവർ P ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? V² = PR അല്ലേ? അപ്പോൾ ഇതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇതിലൊരു V1 അല്ലേ? 230 V വോൾട്ട് തന്നിട്ടുണ്ട്. V2 അല്ലേ? രണ്ടാമത്തെ ഒരു വോൾട്ടേജ് 115 എന്നും തന്നിട്ടുണ്ട്. അതുപോലെ എന്താണ്? P1 തന്നിട്ടുണ്ട് അല്ലേ? പവർ വാട്ട്സ് അല്ലേ? 100 വാട്ട്സിൻ്റെ പവർ അല്ലേ? P1 തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ പവർ P2 ആണല്ലേ? രണ്ടാമത്തെ പവറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പവർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇതിന്ന് P കാണാൻ V² = PR നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഇതിന്ന് P കാണാൻ എന്താണ്? P ഇവിടെ വെക്കുക, R-നെ ഈ സൈഡിലേക്ക് കൊണ്ടുവരിക അല്ലേ? അപ്പോൾ ഇൻറ്റു R ഇങ്ങോട്ട് പോകുമ്പോൾ /R ആവില്ലേ? V²/R എന്നാകും അല്ലേ? P കാണാൻ. അപ്പോൾ നമുക്ക് V² അറിയാം അല്ലേ? V ഇവിടെ തന്നിട്ടുണ്ട്, ഒരു വോൾട്ടേജ് തന്നിട്ടുണ്ട്, 2 വോൾട്ടേജും തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ R തന്നിട്ടില്ല. R കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ R കണ്ടുപിടിക്കാൻ R-നെ അവിടെ വെക്കുക അല്ലേ? ഈ P-നെ ഇങ്ങോട്ട് കൊണ്ടുപോകുക അല്ലേ? R = V²/P എന്ന് വരും അല്ലേ? ഇതിൽ R ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ R-നെ അവിടെ വെക്കുക അല്ലേ? P-നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ V²/P അല്ലേ? ഇൻറ്റു P സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ /P എന്നാവും അല്ലേ? /P എന്നാവും. അപ്പോൾ V²/P ചെയ്താൽ നമുക്ക് അല്ലേ? അതായത് V1²/P അല്ലേ? ഒരു V എടുക്കുക P1 ചെയ്താൽ ഫസ്റ്റത്തെ പവർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? R കിട്ടും അല്ലേ? ആ R-നെ നമുക്ക് ഈ V2²/R അല്ലേ? ഇതിൽ രണ്ടാമത്തെ വോൾട്ടേജ് R ചെയ്യുമ്പോൾ നമുക്ക് പവർ കിട്ടും അല്ലേ? ഈ R കണ്ടുപിടിക്കുക ആദ്യം അല്ലേ? എന്നിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് പവർ അല്ലേ? പവർ അല്ലേ ചോദിച്ചത്? പവർ കിട്ടും. അപ്പോൾ P1 100 വാട്ട്സ് ആണ്. V1 230 വോൾട്ടേജാണ്. R കാണാനുള്ള ഇക്വേഷൻ V1²/P1 അല്ലേ? ആദ്യം തന്ന വോൾട്ടേജും പവറും അല്ലേ? V/P അല്ലേ? V²/P അതായത് V1²/P1 അല്ലേ? ആദ്യം തന്ന വോൾട്ടേജും പവറും തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുക അല്ലേ? 230² ചെയ്യുമ്പോൾ 529 Ω എന്ന് കിട്ടും അല്ലേ? ഇനി V2 എന്താണ്? 115 വോൾട്ടേജ് എന്ന് തന്നിട്ടുണ്ട്. P2 എന്താണ് നമുക്ക് കണ്ടുപിടിക്കണം? പവറാണ് കണ്ടില്ല, രണ്ടാമത്തെ പവർ കണ്ടുപിടിക്കണം അല്ലേ? ആദ്യത്തെ പവർ തന്നിട്ടുണ്ട്. അപ്പോൾ P2 കാണാൻ V2²/R അല്ലേ? അപ്പോൾ V2² എന്താണ്? രണ്ടാമത്തെ വോൾട്ടേജ് 115ൻ്റെ സ്ക്വയർ എടുക്കുക R നമ്മളിപ്പോൾ കണ്ടുപിടിച്ചില്ല 529. അത് ചെയ്യുമ്പോൾ നമുക്ക് 25 വാട്ട്സ് എന്ന് പവർ കിട്ടി അല്ലേ? പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ട്സ് അല്ലേ?
അപ്പോൾ പവർ 225 വാട്ട്സ് എന്ന് നമുക്ക് കിട്ടി അല്ലേ. ഒരു പവർ തന്നിട്ടില്ലേ, V1ഉം V2ഉം P1ഉം P2ഉം Rഉം അല്ലേ. ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ അല്ലേ, അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ ഇക്വേഷനിലെ ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷനിലെ V² = PR അല്ലേ. രണ്ടെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ V1² V2² ആക്കി എടുക്കുക അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ ഇതിൽ നിന്ന് R കാണാൻ V²/P ആദ്യം ചെയ്തു. പിന്നെ എന്താണ് കാണേണ്ടത്, പവർ അല്ലേ. രണ്ടാമത്തെ പവർക്കാണ് V²/R അല്ലേ. R കണ്ടതിന് ശേഷം V²/R ചെയ്യുക. 8ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന ചിത്രം പകർത്തി വരച്ച് പ്രതിബിംബ രൂപീകരണം പൂർത്തിയാക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രതിബിംബം വരച്ചിട്ട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. പ്രതിബിംബം എന്താണ്, ഇങ്ങോട്ടും അതിൻ്റെ പ്രതിബിംബം അല്ലേ നിഴൽ പോലെ ഇങ്ങോട്ടും ഉണ്ടാവും അല്ലേ. ഇവിടെ മാത്രമാണ് ക്വസ്റ്റ്യനിൽ ഈ ഒരു വരൻ്റെ പ്രതിബിംബം ഇങ്ങനെ ഇങ്ങോട്ടും ഉണ്ടാവും, അതേപോലെ ഈ ലൈൻ്റെ ഇത് ഇങ്ങോട്ടും അതിൻ്റെ പ്രതിബിംബം താഴോട്ടും അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പ്രതിബിംബം ഉണ്ടാവും അല്ലേ. ഈ ഒറ്റ ലൈനാണ് തന്നത്, അതിൻ്റെ പ്രതിബിംബം ഇങ്ങനെ ഇങ്ങോട്ടും ഉണ്ടാവും, അതേപോലെ ഓപ്പോസിറ്റില്ലേ ഇവിടെ എതിർവശത്തും ഒരു പാരലലോഗ്രാം പോലെ ഇങ്ങനെ വരും അല്ലേ. 9ാമത്തെ ചോദ്യം, അടുത്തുള്ള ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം കണ്ണിൽ രൂപീകൃതമായതിൻ്റെ രേഖാചിത്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അടുത്തുള്ള ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം കണ്ണിൽ രൂപപ്പെട്ടതിൻ്റെ രേഖാചിത്രം അല്ലേ. ക്വസ്റ്റ്യനെ ഈ കണ്ണിൻ്റെ ന്യൂനത ഏതാണ്, ഈ കണ്ണിൻ്റെ ന്യൂനത ഏതാണ്, ദൂരെയുള്ളത് കാണാം എന്നുള്ളത്, അതായത് ദീർഘദൃഷ്ടി അല്ലേ. ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ദീർഘമുള്ളത് കാണാം, ദൃഷ്ടി അല്ലേ, ദീർഘദൃഷ്ടി അല്ലേ, ലോങ് സൈറ്റ് അല്ലേ, ദൂരെയുള്ളത് കാണാം എന്നുള്ളതാണ്. അപ്പോൾ അടുത്തുള്ള ഒരു വസ്തുവിൻ്റെ പ്രതിബിംബമാണ് ഇത്. അപ്പോൾ അടുത്തുള്ളത് കാണാൻ കഴിയാത്തതാണ് ഈ പ്രതിബിംബം അല്ലേ. അതായത് ദൂരെയുള്ളത് കാണാം, അതായത് ദീർഘദൃഷ്ടിയാണ് ഇത്. ബി ക്വസ്റ്റ്യൻ, ഏതുതരം ലെൻസ് ഉപയോഗിച്ചാണ് ഈ ന്യൂനത പരിഹരിക്കുന്നത്. അപ്പോൾ ദീർഘദൃഷ്ടിക്ക് നമുക്ക് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചില്ല, അതിന് അനുയോജ്യമായിട്ടുള്ള പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ന്യൂനത പരിഹരിക്കാം അല്ലേ. അപ്പോൾ ഹസ്തദൃഷ്ടിയുണ്ട്, ദീർഘദൃഷ്ടിയുണ്ട് അല്ലേ. ഹസ്തദൃഷ്ടി എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത് കാണാം, ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ ദൂരെയുള്ളത് കാണാം. അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ദൂരെയുള്ളത് കാണാം എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത് കാണാൻ കഴിയില്ല, അടുത്തുള്ള വസ്തു കാണാൻ കഴിയാത്ത അടുത്തുള്ള വസ്തുവിൻ്റെ പ്രതിബിംബത്തിൻ്റെ ചിത്രമാണ്, രൂപചിത്രമാണ് ഇതില്ലേ. അപ്പോൾ അടുത്തുള്ളത് കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ദൂരെയുള്ളത് കാണാം, അതായത് ദീർഘദൃഷ്ടിയാണ്. 10ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയെ ഗ്രീൻ എനർജി, ബ്രൗൺ എനർജി എന്ന് പട്ടികപ്പെടുത്തുക. ആറ്റോമിക് റിയാക്ടർ, കാറ്റാടി, തെർമൽ പവർ സ്റ്റേഷൻ, സോളാർ സെല്ല്. ഇതിൽ ഗ്രീൻ എനർജിയും ബ്രൗൺ എനർജി ഏതാണെന്ന് നമ്മൾ പട്ടികപ്പെടുത്തണം. ഗ്രീൻ എനർജിയിലെ കാറ്റാടിയും സോളാർ സെല്ലും അല്ലേ, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ളത് ഗ്രീൻ എനർജിയിലെ കാറ്റാടിയും സോളാർ സെല്ലും ആണ് അല്ലേ. ബ്രൗൺ എനർജി എന്ന് പറയുമ്പോൾ ആറ്റോമിക് റിയാക്ടറും തെർമൽ പവർ സ്റ്റേഷനും അല്ലേ. ആറ്റോമിക് റിയാക്ടർ, തെർമൽ പവർ സ്റ്റേഷൻ, ഇതൊക്കെ ബ്രൗൺ എനർജിയാണ് അല്ലേ. നമ്മൾ നാച്ചുറലായിട്ട് പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന ഗ്രീൻ എനർജി അല്ലേ. ഇപ്പോൾ പ്രകൃതിയുടെ കളർ ഗ്രീൻ അല്ലേ, ഗ്രീൻ എനർജി. കാറ്റാടിയും സോളാർ സെല്ലും അല്ലേ. നെക്സ്റ്റ് സെക്ഷൻ സി, ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക അല്ലേ. 11ാമത്തെ ചോദ്യം, 230 വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് ഒരു വൈദ്യുത ഉപകരണത്തിന് 10 വോൾട്ടത ലഭ്യമാകുന്നു. ഇതിൻ്റെ പ്രൈമറിയിൽ 4600 ചുറ്റുകളുണ്ട്. ക്വസ്റ്റ്യനെ ഈ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കണക്കാക്കുക. അപ്പോൾ NS ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ NS അല്ലേ. പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം എത്രയാണ്, NP അല്ലേ. പ്രൈമറിയിൽ 4600 ചുറ്റുകൾ, അപ്പോൾ NP തന്നിട്ടുണ്ട്, NS ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പ്രൈമറിയിലെ വോൾട്ടേജ് VSഉം VP അല്ലേ, സെക്കൻഡറിയിലെ വോൾട്ടേജും തന്നിട്ടുണ്ടല്ലേ, 2 V1ഉം V2ഉം അല്ലേ, അതായത് VSഉം VPയും തന്നിട്ടുണ്ടല്ലേ. പ്രൈമറിയിലെ വോൾട്ടേജും സെക്കൻഡറിയിലെ വോൾട്ടേജും അല്ലേ, 2 വോൾട്ടേജുകളും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്, ക്വസ്റ്റ്യനെ എന്താണ് കാണേണ്ടത്, ഈ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം അല്ലേ, സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണമാണ് കാണേണ്ടത്. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ അല്ലേ. പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം NP അല്ലേ, സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം NS അല്ലേ. ഇതെല്ലാം കണക്ട് ചെയ്തല്ലേ, പ്രൈമറിയിലെ വോൾട്ടേജും സെക്കൻഡറിയിലെ വോൾട്ടേജ് കണക്ട് ചെയ്ത ഇക്വേഷൻ ഏതാണ്, VS/VP = NS/NP അല്ലേ. സെക്കൻഡറിയിലെ വോൾട്ടേജ് ബൈ പ്രൈമറിയിലെ വോൾട്ടേജ് ഈക്വൽ ടു സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം ബൈ പ്രൈമറി ചുറ്റുകളുടെ എണ്ണം. അപ്പോൾ നമുക്ക് സെക്കൻഡറി ചുറ്റുകൾ ഈ NS ആണ് കണ്ടുപിടിക്കേണ്ടത്. NP ഇല്ലേ, പ്രൈമറി ചുറ്റുകളുടെ എണ്ണം തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. NP 4600 ആണ് അല്ലേ. ഫസ്റ്റത്തെ പ്രൈമറി വോൾട്ടേജ് 230 വോൾട്ടാണ്, സെക്കൻഡറിയിലെ വോൾട്ടേജ് എത്രയാണ്, VS 10 വോൾട്ടുമാണ്. ഇതെല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, NS ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം അല്ലേ, NS സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ പഠിച്ചാലേ, ഏത് ചോദിച്ചാലല്ലേ. ഇനി എന്താണ്, NP കണ്ടുപിടിക്കാനുണ്ടാവും. അപ്പോഴൊക്കെ നമുക്ക് ഈ ഇക്വേഷൻ അല്ലേ, VS/VP = NS/NP, ഇതിൽ നിന്ന് എങ്ങനെ NS കണ്ടുപിടിക്കുക അല്ലേ, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. VS × NP = VP × NS എന്നാണ് അല്ലേ. NS ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ VS × NP/VP അല്ലേ, ബാക്കിയുള്ളത് /VP എന്ന് എഴുതുക. അതായത് നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. VS × NP = NS × VP അല്ലെ, ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക.
അതിൽ നിന്ന് നമുക്ക് എൻ എസ് കാണാനില്ല, ഈ എൻ എസ് ആണ് കാണേണ്ടതെങ്കിൽ അതവിടെ വെക്കുക അല്ലെ. വി പി എ ഡിവൈഡഡ് ബൈ അല്ലെ വി എസ് ഇൻറ്റു എൻ പി ബൈ വി പി അല്ലെ, ഇതാണ് ഇവിടെ ചെയ്തത്. എൻ എസ് കാണാൻ ഈ വി പി എ അങ്ങോട്ട് കൊണ്ടുപോകും, ഇൻറ്റു വി പി ഈക്വൽ പാർട്ടിൻ്റെ ഓപ്പോസിറ്റ് ഈ വശത്തേക്ക് പോകുമ്പോൾ ബൈ വി പി എന്നാവും. അപ്പോൾ ഇത് കാണാൻ ഇത് ഇവിടെ വെക്കുക അല്ലെ, ഇതല്ലേ കാണേണ്ടത്. ബാക്കിയുള്ളതിനെ ഈക്വൽ പാർട്ടിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ വി എസ് ഇൻറ്റു എൻ പി ബൈ വി പി ഇതെല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലേ. സെക്കൻഡറി വോൾട്ടേജും പ്രൈമറി ചുറ്റുകളുടെ എണ്ണവും അല്ലെ ഇൻറ്റു ചെയ്തിട്ട് ബൈ വി പി ചെയ്താൽ നമുക്ക് 200 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ തന്നെ രണ്ടാമത്തെ ചോദ്യമുണ്ടല്ലേ, എന്താണ് ഏതിലാണ് വണ്ണം കൂടിയ കമ്പിച്ചുരുളുകൾ ഉപയോഗിച്ചത്. അതായത് സെക്കൻഡറിയിലാണ് വണ്ണം കൂടിയ കമ്പിച്ചുരുളുകൾ ഉപയോഗിച്ചത് അല്ലെ. സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കുറവാണ്, പക്ഷേ എണ്ണം കുറവുള്ളതിന് കമ്പിച്ചുരുളുകൾ വണ്ണം കൂടുതലായിരിക്കും അല്ലെ. ഇതിന് വണ്ണം കൂടുതലുള്ളത് എണ്ണം കുറവുള്ളതിലായിരിക്കും. അതിലുള്ള ബി ക്വസ്റ്റ്യൻ, ഈ ട്രാൻസ്ഫോമറിൻ്റെ ഏത് കോയിലായിരിക്കും വണ്ണം കൂടിയ കമ്പി ഉപയോഗിച്ചത്. അപ്പോൾ ഏത് കോയിലായിരിക്കും, സെക്കൻഡറിയിലായിരിക്കും. നെക്സ്റ്റ് 12ാമത്തെ ചോദ്യം, എ ബി സി എന്നീ കോളങ്ങൾ അനുയോജ്യമായി ചേർത്ത് എഴുതുക. ഫിലമെൻറ്റ് ഫ്യൂസ് വയറിനൊക്കെ അനുയോജ്യമായത് മാച്ച് ദി ഫോളോവിങ് അല്ലേ. ഇതിൽ ശരിയായിട്ട് മാച്ച് ചെയ്താൽ ഫീറ്റിംഗ് കോയിൽ എന്താണ്, നിക്രോം ആണ്, ഇലക്ട്രിക് ഹീറ്ററാണ് അതിലുള്ളത്. ഫിലമെൻറ്റ് ടങ്സ്റ്റൺ ആണ്, ഇൻകാൻഡസെൻ്റ് ലാമ്പാണ് അതിലുള്ളത്. ഫ്യൂസ് വയർ ടിന്നിൻ്റെയും ലെഡിൻ്റെയും സങ്കരമാണ് അല്ലേ, അതിൽ സുരക്ഷാ ഫ്യൂസ് എന്ന് പറയും അല്ലേ. ഫ്യൂസ് വയർ സുരക്ഷാ ഫ്യൂസാണ്, ടിന്നിൻ്റെയും ലെഡിൻ്റെയും സങ്കരം അല്ലേ, ഇതുകൂടി രണ്ടും കൂടി ചേർന്നതാണ് ഫ്യൂസ് വയർ എന്ന് പറയുന്നത് അല്ലെ. ഫിലമെൻറ്റിൽ ഏതാണ്, ടങ്സ്റ്റൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫീറ്റിംഗ് കോയിലിൽ നിക്രോം അല്ലെ, ഫീറ്റിംഗ് കോയിൽ നിക്രോം, ഫിലമെൻറ്റ് ടങ്സ്റ്റൺ. 13ാമത്തെ ചോദ്യം, നൽകിയിരിക്കുന്ന രേഖാചിത്രം നിരീക്ഷിച്ച് ഉത്തരം എഴുതുക. ക്വസ്റ്റ്യനെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന പ്രകാശ പ്രതിഭാസം നിർവചിക്കുക. പൂർണ്ണാന്തര പ്രതിപതനമാണ്. ഇതേതാണ്, പൂർണ്ണാന്തര പ്രതിപതനമാണ്, അത് നിർവചിക്കണം. ഈ ക്വസ്റ്റ്യൻ, പ്രകാശരശ്മി ജലത്തിൽ നിന്നും വായുവിലേക്ക് ഇതേ പതനകോണിൽ പതിച്ചാൽ ഇതേ പ്രതിഭാസം നടക്കുമോ? നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. പ്രകാശരശ്മി ജലത്തിൽ നിന്നും വായുവിലേക്ക് ഇതേ പതനകോണിൽ, അതായത് 45 ഡിഗ്രിയിൽ തന്നെ പതിച്ചാൽ ഇതേ പ്രതിഭാസം നടക്കുമോ? ഇല്ല, ഇതേ പ്രതിഭാസം നടക്കില്ല. ജലത്തിൻ്റെ കോണളവ് എത്രയാണ്, പതനകോൺ എത്രയാണ് അല്ലേ, എത്രയാണ്, ഇതിനേക്കാൾ കുറവാണ് അല്ലേ, 45 ഡിഗ്രിയേക്കാൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഭാസം നടക്കില്ല. എന്താണ് ഈ പ്രതിഭാസം നിർവചിക്കാനൂടി പറഞ്ഞിട്ടുണ്ടല്ലേ. ചിത്രത്തിൽ കാണുന്നത് പൂർണ്ണാന്തര പ്രതിപതനമാണ്. അതെന്താണ്, പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിപദിക്കുന്നതാണ് പൂർണ്ണാന്തര പ്രതിപതനം. പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് ഇത് സഞ്ചരിക്കുക. അപ്പോൾ അപ്പോൾ ഇതിനേക്കാൾ കുറവുള്ള സാന്ദ്രത അല്ലേ, കുറവുള്ളതിൽ നിന്നും കൂടുതലേക്ക് സഞ്ചരിക്കില്ല. അപ്പോൾ കൂടിയതിൽ നിന്നും കുറവിലേക്കല്ലേ, ഇങ്ങനെ കുത്തനെ വരികയാണ് ചെയ്യുക. കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിൽ അല്ലേ, ആ കോണിനേക്കാൾ കൂടിയ കോണുണ്ട് അല്ലേ, 45 ഡിഗ്രിയാണ് ഇവിടെ ഉള്ളത്, അതിനേക്കാൾ കൂടിയ പതനകോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അങ്ങനെ പ്രവേശിക്കുമ്പോൾ അപവർത്തനത്തിന് വിധേയമാകില്ല, അതേ മാധ്യമത്തിലേക്ക് പ്രതിപദിക്കുന്നതാണ്. അങ്ങനെ വിധേയമാവാതെ അതേ മാധ്യമത്തിലേക്ക് തിരിച്ച് പ്രതിപദിക്കുക അല്ലേ, പ്രതിപദിക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് തന്നെ വരിക അല്ലേ, പ്രതിപദിക്കുന്നതാണ് പൂർണ്ണാന്തര പ്രതിപതനം. ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോണ് 48.6 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ പതനകോണ് 45 ഡിഗ്രി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ കോണിനേക്കാൾ അല്ലേ, ഈ 48നേക്കാൾ കുറവല്ലേ, അതിനേക്കാൾ കുറവായതുകൊണ്ട് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുകയില്ല. ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിലാണ് പ്രകാശരശ്മി പ്രവേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ കോൺ ജലത്തിൻ്റെത് 48.6 ഡിഗ്രിയാണ്. അതിനേക്കാൾ കൂടുതലാണോ 45 ഡിഗ്രി? ഇവിടെയുള്ള പതനകോൺ അല്ല, അതിനേക്കാൾ കുറവാണ്. അതുകൊണ്ട് ഇവിടെ പൂർണ്ണാന്തര പ്രതിപതനം അല്ല നടക്കുക അല്ലെ. അതിനേക്കാൾ കൂടുതലാണെങ്കിലാണ് ആ പ്രകാശരശ്മി ആവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിപദിക്കൂലേ, തിരിച്ചു വരുന്നതിനെയാണ് പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയുന്നത്. അപ്പോൾ ജലത്തിൻ്റെ കേസിൽ അത് നടക്കുന്നില്ല, സംഭവിക്കുന്നില്ല. നെക്സ്റ്റ് 14ാമത്തെ ചോദ്യം, 4 സെൻറ്റിമീറ്റർ ഉയരമുള്ള വസ്തു ഒരു കോൺകേവ് ദർപ്പണത്തിൽ നിന്നും 30 സെൻറ്റിമീറ്റർ അകലെ വെച്ചപ്പോൾ ദർപ്പണത്തിൽ നിന്നും 15 സെൻറ്റിമീറ്റർ അകലെയായി അതേ വശത്ത് പ്രതിബിംബം ലഭിച്ചു. ക്വസ്റ്റ്യനെ, ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. ബി ക്വസ്റ്റ്യൻ, പ്രതിബിംബത്തിൻ്റെ ആവർത്തനം എത്ര? ഫോക്കസ് ദൂരവും ആവർത്തനവുമാണ് നമ്മൾ ഈ ദർപ്പണത്തിൻ്റെയും പ്രതിബിംബത്തിൻ്റെയും കണ്ടുപിടിക്കണം. ഇപ്പോൾ കോൺകേവ് ദർപ്പണത്തിൽ നിന്നാണ് 30 സെൻറ്റിമീറ്റർ അകലെ വെച്ചപ്പോൾ ദർപ്പണത്തിൽ നിന്നും 15 സെൻറ്റിമീറ്റർ അകലെയായിട്ട് വിട്ടിട്ടായിട്ട് അതേ വശത്ത് തന്നെയാണ് പ്രതിബിംബം ലഭിച്ചത്. 4 സെൻറ്റിമീറ്ററാണ് ഉയരം. വസ്തുവിൻ്റെ ഉയരം ഹൈറ്റ് +4 സെൻറ്റിമീറ്ററാണ്. വസ്തുവിലേക്കുള്ള ദൂരം അല്ലേ, ആ ദൂരം യു എന്ന് പറയുന്നത് -30 സെൻറ്റിമീറ്ററാണ്. പ്രതിബിംബത്തിലേക്കുള്ള ദൂരം -15 സെൻറ്റിമീറ്ററാണ്. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലേ. ഫോക്കൽ ദൂരം കാണാൻ F = F ആണ് ഫോക്കൽ ദൂരം അല്ലേ. അപ്പോൾ ദർപ്പണ സമവാക്യം ഇക്വേഷൻ എന്താണ്? 1/F = 1/V + 1/U എന്നാണ് ഇക്വേഷൻ.
സമവാക്യം. എഫിനെയും വിനെയും യുവിനെയും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ അല്ലേ 1/f = 1/v + 1/u. ഇതെല്ലാം നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെ, കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും അല്ലെ. അതായത് 1/f = വിൻ്റെ സ്ഥാനത്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യുവിൻ്റെ സ്ഥാനത്ത് യു എത്രയാണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അല്ലെ, ഇത് ആഡ് ചെയ്യുമ്പോൾ -45/450 എന്ന് കിട്ടും, അതായത് -1/10 എന്ന് കിട്ടും അല്ലേ. അതായത് 1/f ആണ് -1/10 അല്ലേ. 10 അതായത് നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -f ആണ് 10 അല്ലേ. 10 = -f. 10 എന്ന് പറയുന്നത് -f ആണ്. അപ്പോൾ എഫ് എന്തായിരിക്കും അല്ലെ, എഫ് എന്ന് പറയുന്നത് -10 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോക്കൽ ദൂരം അല്ലേ, ഫോക്കൽ ദൂരം എഫ് കിട്ടി. അതുപോലെ ആവർത്തനത്തിൻ്റെ സമവാക്യം എന്താണ്, m = -v/u അല്ലേ. അപ്പോൾ അത് വിയും യുവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് 15ാമത്തെ ചോദ്യം, LPG ഒരു പെട്രോളിയം ഉൽപ്പന്നമാണ്. ക്വസ്റ്റ്യൻ, LPGയിലെ പ്രധാന ഘടകം ഏതാണ്? ബ്യൂട്ടൈൻ ആണ് LPGയിലെ പ്രധാന ഘടകം അല്ലെ, ബ്യൂട്ടൈൻ. ബി ക്വസ്റ്റ്യൻ, ഒരു LPG സിലിണ്ടറിൽ D25 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നതെന്ത്? LPG സിലിണ്ടറിൽ പ്രധാന ഘടകമായിട്ടുള്ളത് ബ്യൂട്ടൈൻ ആണ്. ആ സിലിണ്ടറിൻ്റെ മേലെ D25 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സി ക്വസ്റ്റ്യൻ എന്താണ്? LPG ചോർച്ച മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട 2 മുൻകരുതലുകൾ എഴുതുക അല്ലെ. അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടില്ല, LPGൻ്റെ ചോർച്ച അല്ലെ, അത് ലീക്കാവുന്നത് ഒഴിവാക്കാനുള്ള ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ ഏതെങ്കിലും 2 എഴുതാനാണ്. പ്രധാന ഘടകം ബ്യൂട്ടൈന് 2025 ഒക്ടോബർ ഡിസംബർ വരെ അല്ലേ. D25 എന്നുള്ളത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഡിസംബർ 2025 2025 ഒക്ടോബർ ടു ഡിസംബർ വരെ, അതായത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഇല്ലേ. D25 എന്ന മാർക്കിംഗ് ആ സിലിണ്ടറിൻ്റെ കാലഹരണപ്പെടുന്ന തീയതി സൂചിപ്പിക്കുന്നു അല്ലേ. ഡിസംബർ വരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെ, അതിൻ്റെ കാലഹരണ ഡേറ്റ് ആണല്ലേ ഡിസംബർ 25 അല്ലേ. ഡിസംബർ വരെയുള്ള ഉപയോഗിക്കാൻ പറ്റുള്ള എക്സ്പയറി ഡേറ്റ് ആണ് കാണിച്ചത് അല്ലേ, അതിനുശേഷം ഉപയോഗിക്കരുത്. ഡി എന്നത് ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഡി എന്നുള്ളത് ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളാണ്. 25 എന്നത് 2025 എന്ന വർഷത്തെ സൂചിപ്പിക്കുന്നു. അതിനാൽ ആ സിലിണ്ടർ ഡിസംബർ 2025 വരെ ഉപയോഗിക്കാം. ഈ സിലിണ്ടർ ലീക്ക് ആവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട മാർഗ്ഗങ്ങളിൽ ഇതിലേതെങ്കിലും 2 എഴുതിയാൽ കൃത്യമായ ഇടവേളകളിൽ റബ്ബർ ട്യൂബ് പരിശോധിച്ച് ചോർച്ചയില്ലെന്ന് ഉറപ്പാക്കുക അല്ലെ. അതിൻ്റെ ആ സിലിണ്ടറിൻ്റെ ആ ട്യൂബ് ഉണ്ടല്ലോ, റബ്ബർ ട്യൂബ്, അതിന് ചോർച്ച ഉണ്ടെങ്കിൽ എന്താണ്, ലീക്ക് സംഭവിക്കും അല്ലേ. അത് ചോർച്ചയില്ലെന്ന് ഉറപ്പാക്കുക. അതുപോലെ റെഗുലേറ്റർ ഓണാക്കിയ ശേഷം മാത്രം സ്റ്റൗവിൻ്റെ നോബ് തിരിക്കുക അല്ലെ. റെഗുലേറ്റർ, ആ ഗ്യാസുമുള്ള റെഗുലേറ്റർ ഓണാക്കിയതിന് ശേഷം സ്റ്റൗ കത്തിക്കാനുള്ള നോബ് തിരിക്കുക. കമ്പനി സീലും സുരക്ഷാ തൊപ്പിയും കേടുകൂടാതെയാണ് സിലിണ്ടർ വിതരണം ചെയ്തതെന്ന് പരിശോധിക്കുക അല്ലെ. അതിനുള്ള ആ സീലിംഗ് ഉണ്ടല്ലോ, അതൊക്കെ കേടുകൂടാതെയാണ് സിലിണ്ടറിൽ നമ്മൾ വിതരണം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയപ്പോൾ തന്നെ അതുപോലെയാണ് ഉള്ളതെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. സീൽ തകർന്നാൽ സിലിണ്ടർ സ്വീകരിക്കരുത്. സീല് തകർന്നാൽ സിലിണ്ടർ നമ്മൾ വാങ്ങരുത്, സ്വീകരിക്കരുത്. സിലിണ്ടർ സ്റ്റേ പ്ലേറ്റിൻ്റെ ഉൾവശത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്ന ടെസ്റ്റിൻ്റെ അവസാന തീയതി നോക്കുക. ഈ തീയതി അവസാനിച്ചാൽ സിലിണ്ടർ സ്വീകരിക്കരുത്. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും എക്സ്പയറി ഡേറ്റും എല്ലാം ഉണ്ട്, അതൊക്കെ നോക്കിയിട്ടേ നമ്മൾ വാങ്ങാൻ പറ്റുള്ളൂ. LPG റെഗുലേറ്റർ വിച്ഛേദിക്കുക. നിങ്ങളുടെ ഗ്യാസ് സ്റ്റൗ ദീർഘകാലത്തേക്ക് ഉപയോഗത്തിലില്ലാത്തപ്പോൾ സിലിണ്ടർ സുരക്ഷാ തൊപ്പി ഘടിപ്പിക്കുക. നമ്മൾ ദീർഘകാലത്തേക്ക് കുറേ കാലത്തേക്ക് ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ സിലിണ്ടറിൻ്റെ മേലുള്ള ആ വെള്ള തൊപ്പി ഉണ്ടല്ലോ, ആ സുരക്ഷാ തൊപ്പി ഇട്ടിട്ട് വേണം അതിനെ നിലനിർത്താൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളില്ലേ, ഏതെങ്കിലും 2 എഴുതിയാൽ മതി. അത് ലീക്കാവാതെ നമ്മളില്ലേ ഇടയ്ക്കിടയ്ക്ക് ചെക്കിംഗ് ഒക്കെ ചെയ്യുക അല്ലേ. അതിന് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം. നെക്സ്റ്റ് സെക്ഷൻ ഡിയിൽ നിന്നും ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 16ാമത്തെ ചോദ്യം, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സർക്യൂട്ടിൽ 2 പ്രതിരോധങ്ങൾ ബന്ധിപ്പിച്ചിരിക്കുന്നു. ചിത്രത്തിൽ കാണിച്ചതുപോലെ സർക്യൂട്ടിൽ എന്താണ് 2 പ്രതിരോധങ്ങളിലെ 6 ഓമും 3 ഓമും 2 പ്രതിരോധങ്ങൾ ബന്ധിപ്പിച്ചിരിക്കുന്നു. ക്വസ്റ്റ്യനെ, ഈ സർക്യൂട്ടിലെ സഫല പ്രതിരോധം എത്ര? ഈ സർക്യൂട്ടിലെ സഫല പ്രതിരോധം നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. ബി ക്വസ്റ്റ്യൻ, ഈ സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അമ്മീറ്റർ റീഡിംഗ് എത്രയായിരിക്കും? വൈദ്യുതി ഇതിലൂടെ പ്രവഹിക്കുമ്പോൾ അമ്മീറ്റർ റീഡിംഗ് എത്രയായിരിക്കും? അതുപോലെ സി ക്വസ്റ്റ്യൻ, 3 ഓം പ്രതിരോധത്തിലൂടെ 3 മിനിറ്റ് നേരം വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്രയെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ടൈം തന്നിട്ടുണ്ടല്ലേ, ഇത് 3 മിനിറ്റ് ആണെന്ന്. അപ്പോൾ താപം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനൊക്കെ ഓരോന്ന് കാണാനുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൽ ഈ തന്നതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, കൊടുത്താൽ മതി അല്ലേ. R1 R2 ഒക്കെ ഉണ്ട്, അതുപോലെ വോൾട്ടേജ് ഉണ്ട്, ടൈം തന്നിട്ടുണ്ട്, ഓരോന്നിനും ഓരോ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ R1 ഇല്ലേ, ഫസ്റ്റത്തെ റെസിസ്റ്റൻസ് 6 ഓം, R2 3 ഓം ആണ്, വോൾട്ടേജ് 6 വോൾട്ടേജ്, സമയം അല്ലേ, ടൈം 3 മിനിറ്റ് അല്ലേ. 3 മിനിറ്റ് എന്നാൽ 180 സെക്കൻഡ് അല്ലേ, 150 സെക്കൻഡ്. അപ്പോൾ സഫല പ്രതിരോധം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? R = R1 × R2 / R1 + R2 അല്ലേ. 2 റെസിസ്റ്റൻസ് ആറുകളാണ് തന്നത്, R1 × R2 / R1 + R2 അല്ലേ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ഓം എന്ന് ആൻസർ കിട്ടും. ഞാൻ ബി ക്വസ്റ്റ്യൻ, അമ്മീറ്ററിലെ റീഡിങ് I ആണ് കാണേണ്ടത്. Iൻ്റെ ഇക്വേഷൻ എന്താ? I = V/R അല്ലേ.
ആ ഇക്വേഷനിൽ വി എന്താണ്, നമ്മുടെ വോൾട്ടേജ് 6 വോൾട്ട് ആണ്. അതുപോലെ നമ്മൾ കണ്ടുപിടിച്ച ആർ എന്താണ്, 2 ഓം ആണല്ലേ, 2 ആണ്. അപ്പോൾ 6/2 3 ആംപിയറിലെ റീഡിങ്, അമ്മീറ്ററിലെ റീഡിങ് കിട്ടി. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ താപോർജ്ജം അല്ലേ, താപോർജ്ജം എച്ച് കാണാനുള്ള ഇക്വേഷൻ v² T/r ആണ്. അപ്പോൾ v²ഉം ടിയും അല്ലേ, ടി ടൈം നമ്മൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടാണ് കൊടുക്കേണ്ടത് ബൈ ആറിലെ. അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഉത്തരം കിട്ടും അല്ലേ, താപോർജ്ജം അല്ലേ. അപ്പോൾ ഓരോന്ന് കാണാൻ ഇക്വേഷൻ ഉണ്ട്, ഓരോല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇക്വേഷൻസ് കാണാതെ പഠിച്ചു വെക്കുക. ഇനി 17ാമത്തെ ചോദ്യം, ഒരു ഉപകരണത്തിൻ്റെ രേഖാചിത്രം നൽകിയിരിക്കുന്നത് നിരീക്ഷിക്കുക. ക്വസ്റ്റ്യനെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഉപകരണം ഏത് ഉപകരണമാണ്, DC മോട്ടോറാണ് അല്ലേ, DC മോട്ടോറാണ്. ഇതിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതുക അല്ലെ, എന്ത് ഊർജ്ജമാറ്റമാണ്, വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി പരിവർത്തനം നടത്തുന്നു അല്ലേ, അതായത് കൺവേർട്ട് ചെയ്യുന്നു അല്ലേ, വൈദ്യുതോർജ്ജം അല്ലെ, വൈദ്യുതിയെ യാന്ത്രികം ഒരു യന്ത്രത്തിൻ്റെ ഊർജ്ജമായിട്ടില്ലേ, ഇതൊരു യന്ത്രമല്ലേ, എന്താണ് DC മോട്ടോർ എന്ന് പറഞ്ഞ യന്ത്രമാണ്. അപ്പോൾ ഈ വൈദ്യുതോർജ്ജം അല്ലേ, കറണ്ടിൻ്റെ ഊർജ്ജത്തെ യാന്ത്രികോർജ്ജം ഒരു യന്ത്രത്തിൻ്റെ ഊർജ്ജമായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, പരിവർത്തനം നടത്തുന്നത്. ബി ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ AB എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളുടെ പേര് എഴുതുക. എ എന്ന് പറഞ്ഞ ഭാഗം ഏതാണ്, ആർമേച്ചർ കോയിലാണ് അല്ലേ, ആർമേച്ചർ കോയിലില്ലേ, ഇതിൻ്റെ ഇടയിലൂടെയുള്ള കോയിലില്ലേ, ആർമേച്ചർ കോയിൽ. ബി എന്നുള്ള ഭാഗം ഏതാണ്, ഈ റൗണ്ട് ഷേപ്പിലുള്ളത് എന്താണ്, റിംഗ് ആണല്ലേ, എന്ത് റിംഗ് ആണ്, സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേഴ്ക്ക അല്ലേ, സ്പ്ലിറ്റ് റിംഗ് ആണ്, സ്പ്ലിറ്റ് ചെയ്യുന്ന റിംഗ് ആണ് അല്ലേ, സ്പ്ലിറ്റ് റിംഗ് ആണ് ബിയിലില്ലേ, ഈ റിങ്ങിൻ്റെ പേര്. ഇതെന്താണ്, ആർമേച്ചർ കോയിലാണല്ലേ, ഇതിലൂടെ ഇടുന്ന കോയിലില്ലേ, ആർമേച്ചർ കോയിൽ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേഴ്ക്ക അല്ലേ, സ്പ്ലിറ്റ് റിംഗ് ആണ് അല്ലേ, റിംഗ് വളയം. ഈ സി ക്വസ്റ്റ്യൻ, ഈ ഉപകരണം പ്രവർത്തിക്കുമ്പോൾ എ എന്ന ഭാഗത്തിൻ്റെ ചലനദിശ കണ്ടെത്താൻ സഹായിക്കുന്ന നിയമം പ്രസ്താവിക്കുക അല്ലെ, ചലനദിശ കണ്ടെത്താൻ സഹായിക്കുന്ന നിയമം. ഈ ആർമേച്ചർ കോയിലിൻ്റെ ചലനദിശ കണ്ടെത്താൻ ഏത് നിയമം വെച്ചിട്ടാണ് നമ്മൾ ഈ ദിശ കണ്ടെത്തൽ അല്ലേ, ഫ്ലെമിങ്ങിൻ്റെ ഇടതുകൈ നിയമം അല്ലേ, ഫ്ലെമിങ് ഇടതുകൈ നിയമം ഉപയോഗിച്ചിട്ടാണ് ദിശ കണ്ടെത്തൽ അല്ലേ, ഈ ആർമേച്ചർ കോയിലിൻ്റെ ചലനദിശ കണ്ടെത്താൻ. അപ്പോൾ ആ നിയമം പ്രസ്താവിക്കാനാണ് പറഞ്ഞത്. ഡി ക്വസ്റ്റ്യൻ, ഉപകരണത്തിലെ ബി എന്ന ഭാഗത്തിൻ്റെ ധർമ്മം എന്ത് അല്ലേ, അതുപോലെ ഇതിൻ്റെ ധർമ്മം എന്താണ്, ഈ സ്പ്ലിറ്റ് റിംഗിലെ ഈ റിങ്ങിൻ്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. DC മോട്ടോറാണ്, വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എ എന്താണ് കാണിച്ചത്, ആർമേച്ചർ കോയിലാണ്. ബി എന്താണ്, സ്പ്ലിറ്റ് റിംഗ് ആണ്. അതുപോലെ സി എന്താണ്, ഫ്ലെമിംഗ് ഇടതുകൈ നിയമമാണ് അല്ലേ, ആ നിയമം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ്, ഇടതുകൈയുടെ തള്ളവിരൽ അതുപോലെ ചൂണ്ടവിരലും നടുവിലും പരസ്പരം ലംബമായിട്ട് പിടിച്ചാൽ തള്ളവിരൽ ജാലകത്തിൻ്റെ ബലത്തിൻ്റെ ദിശയെയും അല്ലേ, തള്ളവിരൽ ഏത് ദിശയാണ്, ജാലകത്തിൻ്റെ ബലത്തിൻ്റെ ദിശയെയും, ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെയും, നടുവിരൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശയെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ദിശ കാണാനുള്ള നിയമം ഏതാണ്, ഫ്ലെമിങ്ങിൻ്റെ ഇടതുകൈ നിയമമാണ്. അപ്പോൾ നമ്മൾ ഇടതുകൈയിലെ തള്ളവിരലും ചൂണ്ടുവിരലും നടുവിരലും അല്ലേ, മൂന്ന് ലംബമായിട്ട് അല്ലെ, എങ്ങനെ പിടിക്കേണ്ടത് നിങ്ങൾക്ക് അറിയില്ല, ലംബമായിട്ട് മൂന്നും ലംബമായിട്ട് വരുന്ന രീതിയിൽ പിടിച്ചാൽ അതിൽ തള്ളവിരൽ എന്തിൻ്റെ ദിശയാണ്, ജാലകത്തിൻ്റെ ബലത്തിൻ്റെ ദിശ അല്ലേ, ബലത്തിൻ്റെ ദിശയാണ്. അതിൽ ചൂണ്ടുവിരലില്ലേ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയാണ്. അതിൽ നടുവിരൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശയും സൂചിപ്പിക്കുന്നു. അപ്പോൾ മൂന്ന് വിരലും മൂന്ന് ദിശയാണ് സൂചിപ്പിക്കുന്നത്. ഡി ക്വസ്റ്റ്യൻ എന്താണ്, നമ്മളെ സ്പ്ലിറ്റ് റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് ഉപകാരമാണ് ചെയ്യുന്നത് അല്ലേ. സ്പ്ലിറ്റ് റിംഗ് എന്താണ്, ഓരോ അർദ്ധഭ്രമണത്തിന് ശേഷവും സ്പ്ലിറ്റ് റിംഗ് കോയിലിലൂടെയുള്ള വൈദ്യുതിയുടെ ദിശ മാറ്റാൻ സഹായിക്കുന്നു. ഓരോ അർദ്ധഭ്രമണം, പകുതി ഭ്രമണം അല്ലേ, പകുതി ആയതിനു ശേഷവും സ്പ്ലിറ്റ് റിംഗ് എന്താണ്, കോയിലിലൂടെയുള്ള വൈദ്യുതിയുടെ ദിശ മാറ്റാൻ സഹായിക്കുന്നത് സ്പ്ലിറ്റ് റിംഗ് ആണ്. അതിനാൽ ഇത് ആർമേച്ചറിൻ്റെ തുടർച്ചയായ ഭ്രമണത്തിന് സഹായിക്കും. അതുകൊണ്ട് തന്നെ ആർമേച്ചറിൻ്റെ ഇങ്ങനെ കറങ്ങാനില്ലേ, തുടർച്ചയായിട്ടുള്ള ആ ഭ്രമണത്തിന് സഹായിക്കുന്നത് സ്പ്ലിറ്റ് റിംഗാണ് കറങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഫിസിക്സ് എന്താണ്, വളരെ എളുപ്പമുള്ള ഒരു സബ്ജക്റ്റാണ്. നിങ്ങളുടെ എക്സാം എല്ലാം വളരെ എളുപ്പമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് 18ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതുക. മാധ്യമവും അപവർത്തനാങ്കവും അല്ലെ, ഓരോ മാധ്യമം അല്ലെ, വായു, ജലം, ഗ്ലാസ്, മണ്ണെണ്ണ, അതൊക്കെ മാധ്യമങ്ങളാണ്. അതിൻ്റെ അപവർത്തനാങ്കം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനെ പട്ടികയിലെ മാധ്യമങ്ങളെ പ്രകാശവേഗത്തിൻ്റെ ആരോഹണ ക്രമത്തിൽ എഴുതുക. അപ്പോൾ ഈ മാധ്യമങ്ങളെ പ്രകാശവേഗത്തിൻ്റെ ആരോഹണക്രമം, അവരോഹണക്രമമല്ല ആരോഹണക്രമം. അപ്പോൾ ആരോഹണക്രമം എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അല്ലേ. അപ്പോൾ പ്രകാശവേഗത്തിൻ്റെ അല്ലേ, ഏറ്റവും കുറച്ച് പ്രകാശം കടത്തി വിടുന്നത് ഏതാണ്, ഗ്ലാസ് ആണല്ലേ. അപ്പോൾ ഗ്ലാസ്സാണ് ഏറ്റവും ചെറുത്. ഇപ്പോൾ ലെസ് ദാൻ അല്ലേ, ചെറിയത് ഇതിൻ്റെ അടുത്തേക്ക് ഇടുക. അതിനേക്കാൾ വലുത് ഏതാണ്, മണ്ണെണ്ണയാണ് അല്ലേ, മണ്ണെണ്ണയാണ്. ഫസ്റ്റത്തെ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് ഗ്ലാസ്, സെക്കൻഡ് ഏതാണ്, മണ്ണെണ്ണ, തേർഡ് ഏതാണ്, ജലമാണ്, ഫോർത്ത് വായു അല്ലേ. ആരോഹണക്രമം അല്ലേ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് അല്ലേ. പ്രകാശം കടത്തിവിടാൻ ഏറ്റവും കുറവ് കഴിയുന്നത് ഗ്ലാസ്സിന്, പിന്നെ മണ്ണെണ്ണക്ക്, പിന്നെ അതിനേക്കാൾ കൂടുതൽ വെള്ളത്തിനില്ലേ, വാട്ടറിന്, ദെൻ വായു അല്ലേ. വായുവിനാണ് ഏറ്റവും കൂടുതൽ പ്രകാശം കടത്തിവിടാനുള്ള കഴിവുള്ളത്. ബി ക്വസ്റ്റ്യൻ, ജലത്തിൽ നിന്നും മണ്ണെണ്ണയിലേക്ക് ചെരിഞ്ഞു പതിക്കുന്ന പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം ലംബത്തോട് അടുക്കുകയാണോ അകലുകയാണോ ചെയ്യുന്നത്, എന്തുകൊണ്ട്
ജലത്തിൽ നിന്ന് മണ്ണെണ്ണയിലേക്കില്ലേ, വെള്ളത്തിൽ നിന്ന് മണ്ണെണ്ണയിലേക്ക് ചെരിഞ്ഞ് പതിക്കുന്ന പ്രകാശരശ്മി അല്ലേ, പ്രകാശം വെള്ളത്തിൽ നിന്ന് മണ്ണെണ്ണയിലേക്ക് ചെരിഞ്ഞ് പതിക്കുകയാണെങ്കിൽ അപവർത്തനത്തിന് ശേഷം ലംബത്തോട് അടുക്കുകയാണോ അകലുകയാണോ ചെയ്യുന്നത്? ആ ലംബത്തോട് അടുക്കുകയാണോ അല്ലെ അകന്നു പോവുകയാണോ ചെയ്യുക? കാരണവും നമ്മൾ എഴുതണം. ബി ക്വസ്റ്റിൻ്റെ ഉത്തരം പ്രകാശരശ്മി ലംബത്തോട് അടുക്കുകയാണോ അകലുകയാണോ എന്നാണ് ചോദിച്ചത്. അടുക്കുകയാണ് ചെയ്യുക. കാരണം എന്താണ്? പ്രകാശം പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ വേഗത കുറയുമ്പോൾ അത് ലംബത്തിനോട് അടുക്കുന്നു. അതായത് പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്കാണ് സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ വേഗത കുറയുകയാണ് ചെയ്യുന്നത്, അത് ലംബത്തിനോട് അടുക്കുന്നു. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, ഗ്ലാസ്സിലൂടെയുള്ള പ്രകാശവേഗം കണക്കാക്കുക. പ്രകാശവേഗം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം തന്നിട്ടുണ്ട് അല്ലേ, അപ്പോൾ ഇതത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പ്രകാശത്തിൻ്റെ വേഗത കാണാനുള്ള ഇക്വേഷൻ ശൂന്യതയിലെ പ്രകാശവേഗത ബൈ ഗ്ലാസിൻ്റെ അപവർത്തനാങ്കം അല്ലെ, ഗ്ലാസ്സിലൂടെയുള്ള വേഗതയാണ് കാണേണ്ടത്. അപ്പോൾ ആ പട്ടികയിൽ തന്നിട്ടുണ്ടല്ലേ, ഗ്ലാസിൻ്റെ അപവർത്തനാങ്കം 1.5 ആണ്. അതുപോലെ ശൂന്യതയിലെ പ്രകാശവേഗത ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3 × 10⁸ അല്ലേ, അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഉത്തരം കിട്ടും. അപ്പോൾ ഇക്വേഷൻസ് പഠിച്ചു വെച്ചാൽ എല്ലാം ക്വസ്റ്റ്യനിൽ ഉണ്ടാവും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 19. സൂര്യരശ്മി ഗ്ലാസ് പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന പ്രകീർണനമാണ് ചുവടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രിസം അല്ലെ, ഒരു പ്രിസത്തിലൂടെ സൂര്യരശ്മികൾ കടന്നു പോകുമ്പോൾ ഉള്ള പ്രകീർണനമാണ് അതിൻ്റെ ചിത്രമാണ് അല്ലേ. പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ്? ഇവിടുന്ന് സ്കാറ്റർ ഇല്ലേ, സ്പ്ലിറ്റ് ചെയ്ത് തെറിച്ചിട്ട് ഇങ്ങോട്ടുമായിട്ട് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യാറ് അല്ലേ, സ്ക്രീനിലേക്ക് പതിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനെ പി ക്യു എന്നീ വർണ്ണങ്ങൾ ഏതെന്ന് എഴുതുക അല്ലേ. അപ്പോൾ പി എന്നുള്ള വർണ്ണം ഏതൊക്കെ 2 വർണ്ണങ്ങളായിട്ടാണ്? ഗ്ലാസ്സിലൂടെ അല്ലേ, ഈ പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശരശ്മി അല്ലേ ചുവപ്പ് കളറായിട്ടും വയലറ്റ് കളറായിട്ടില്ലേ, താഴെ വയലറ്റ് കളറും മുകളിൽ എന്താണ് ചുവപ്പ് അല്ലേ, റെഡ് കളറായിട്ടാണ് ഇങ്ങനെ പ്രകീർണനം സംഭവിക്കുന്നത് അല്ലേ. ബി, ഈ 2 വർണ്ണങ്ങളുടെയും വ്യതിയാനത്തിൽ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം എന്ത് അല്ലേ. ഇങ്ങനെ ഈ 2 വർണ്ണങ്ങൾക്കും വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് പിയിലെ നമ്മുടെ ചുവപ്പ് മുകളിലും വയലറ്റ് താഴെയും ആവാനുള്ള കാരണം? അതുപോലെ തന്നെ സി ക്വസ്റ്റ്യൻ, വാഹനങ്ങളുടെ ടെയിൽ ലാമ്പുകളിൽ നൽകിയിരിക്കുന്ന നിറമേത് എന്തുകൊണ്ട്? അതിൻ്റെ കാരണം, അതിൻ്റെ നിറമേതാണെന്നും കാരണം എന്താണെന്ന് എഴുതണം. ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരം, വ്യത്യസ്ത നിറങ്ങൾക്ക് വ്യത്യസ്ത തരംഗദൈർഘ്യമുണ്ട്, അത് പ്രകാശത്തിൻ്റെ വ്യതിയാനത്തിൽ വ്യത്യാസമുണ്ടാകുന്നു. അപ്പോൾ ഓരോ കളറിനും എന്താണ്, ഓരോ തരംഗദൈർഘ്യമുണ്ട് അല്ലേ. തരംഗദൈർഘ്യം കൂടുതലുള്ള ചുവപ്പ് അല്ലേ, അത് മുകളിലും അതിന് ഓരോ തരംഗദൈർഘ്യമാണല്ലേ. അപ്പോൾ വയലറ്റ് തായുമാവാൻ അതിന് ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്ത തരംഗദൈർഘ്യമാണ്, അതിനനുസരിച്ചാണ് അത് പ്രകാശത്തിൻ്റെ വ്യതിയാനത്തിൽ വ്യത്യാസമുണ്ടാക്കുന്നു. സി ക്വസ്റ്റ്യൻ്റെ ആൻസർ, ടെയിൽ ലാമ്പിന് ചുവപ്പ് നിറം ഉപയോഗിക്കുന്നതിൻ്റെ പ്രാഥമിക കാരണം തരംഗദൈർഘ്യം കൂടിയ ചുവന്ന വെളിച്ചം വായു തന്മാത്രകളാൽ ഏറ്റവും കുറഞ്ഞ വിസരണ നിരക്ക് ആയതിനാൽ മൂടൽമഞ്ഞിലൂടെയും മഴയിലൂടെയും മറ്റും ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ ചുവന്ന വെളിച്ചത്തിന് കഴിയും. മൂടൽമഞ്ഞുള്ളപ്പോൾ മഴയിലൂടെയൊക്കെ ഈ ചുവന്ന വെളിച്ചത്തിന് എന്താണ്, കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയും. ചുവപ്പിനെന്താണ് അതുപോലെ തരംഗദൈർഘ്യം കൂടിയതാണ്, അതുകൊണ്ടാണ് ചുവപ്പ് ലൈറ്റ് ഉപയോഗിക്കാൻ കാരണം അല്ലെ, വാഹനങ്ങളിൽ ചുവപ്പ് ലൈറ്റ് ഉപയോഗിക്കാൻ കാരണം അല്ലെ. നല്ല മഞ്ഞുള്ള മയത്തൊക്കെ എന്താണ് ചുവപ്പ് ലൈറ്റ് നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല, അതിന് തരംഗദൈർഘ്യം കൂടുതലാണല്ലേ. തരംഗദൈർഘ്യം കൂടുതലുള്ളത് കൊണ്ട് തന്നെയാണ് ചുവപ്പ് മുകളിൽ വരാനും കാരണം. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 20. വിദൂര പവർ സ്റ്റേഷനുകളിൽ നിന്നാണ് ഗാർഹികാവശ്യങ്ങൾക്കുൾപ്പെടെയുള്ള വൈദ്യുതി ലഭിക്കുന്നത് അല്ലെ. പവർ സ്റ്റേഷനിൽ നിന്നാണ് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള കറണ്ട് അല്ലെ വൈദ്യുതി ലഭിക്കുന്നത്. ക്വസ്റ്റ്യനെ പ്രസരണ നഷ്ടം എന്നാൽ എന്ത്? പ്രസരണ നഷ്ടം എന്നാൽ എന്താണെന്നാണ് ചോദിച്ചാൽ ബി ക്വസ്റ്റ്യൻ, പ്രസരണ നഷ്ടം കുറയ്ക്കുവാൻ സ്വീകരിക്കാവുന്ന മാർഗ്ഗങ്ങൾ എന്തെല്ലാം? ഈ പ്രസരണ നഷ്ടം കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം? സി ക്വസ്റ്റ്യൻ, നമ്മുടെ വീടുകളിലെത്തുന്ന വൈദ്യുത ലൈൻ ആദ്യം ബന്ധിപ്പിച്ചിരിക്കുന്നത് ഏത് ഉപകരണത്തിലേക്കാണ്? നമ്മുടെ വൈദ്യുതി ലൈൻ ആദ്യം ബന്ധിപ്പിച്ചിരിക്കുന്നത് ഏത് ഉപകരണത്തിലേക്കാണ്? ഈ ഉപകരണത്തിൻ്റെ ഉപയോഗം എന്ത്? ഡി ക്വസ്റ്റ്യൻ, ഗൃഹവൈദ്യുതീകരണത്തിൽ ഉപയോഗിക്കുന്ന MCB, സുരക്ഷാ ഫ്യൂസ് എന്നിവയുടെ പ്രവർത്തനത്തിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? നമ്മളെ വീട്ടിലെ വൈദ്യുതീകരണത്തിൽ ഉപയോഗിക്കുന്ന MCB, സുരക്ഷാ ഫ്യൂസ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. 20ാമത്തെ ചോദ്യത്തിലെ എ ക്വസ്റ്റ്യൻ്റെ ഉത്തരം, ട്രാൻസ്മിഷൻ ലൈനിലെ താപത്തിൻ്റെയും വികിരണത്തിൻ്റെയും രൂപത്തിലുള്ള ഊർജ്ജ നഷ്ടത്തെ പ്രസരണ നഷ്ടം എന്ന് വിളിക്കുന്നു. പ്രസരണ നഷ്ടം എന്നാൽ എന്താണെന്നാണ് ചോദിച്ചത്. ട്രാൻസ്മിഷൻ ലൈനിലെ താപത്തിൻ്റെയും വികിരണത്തിൻ്റെയും അതിലെ ട്രാൻസ്മിഷൻ ആ ലൈനിലെ താപത്തിൻ്റെയും വികിരണത്തിൻ്റെയും രൂപത്തിലുള്ള ഊർജ്ജ നഷ്ടം ആ ഊർജ്ജ നഷ്ടത്തെയാണ് പ്രസരണ നഷ്ടം എന്ന് വിളിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരം, പ്രസരണ നഷ്ടം കുറയ്ക്കാനില്ലേ, നമ്മളത് കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യണം? കറൻറ്റ് കുറയ്ക്കുക, ചാലകത്തിൻ്റെ പ്രതിരോധം കുറയ്ക്കുക, ചാലകത്തിൻ്റെ കനം വർദ്ധിപ്പിക്കുക, വോൾട്ടേജ് 220 kV വരെ വർദ്ധിപ്പിച്ച് കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറൻറ്റ് കുറയ്ക്കുന്നു. അതിനാൽ ജൂൾ നിയമം അനുസരിച്ച് H = I²RT താപനഷ്ടം കുറയ്ക്കാൻ കഴിയും.
ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. സി ക്വസ്റ്റിൻ്റെ ഉത്തരം വാട്ട് അവർ മീറ്റർ ഓർ KWH മീറ്റർ. ഉപഭോക്താവിൻ്റെ വൈദ്യുതി ഉപയോഗം അളക്കാൻ ഇത് ഉപയോഗിക്കുന്നു. വൈദ്യുതി ഉപയോഗം അളക്കാൻ ഉപയോഗിക്കുന്നതാണ് വാട്ട് അവർ മീറ്റർ. MCBയും ഫ്യൂസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? MCB വൈദ്യുതിവാഹകത്തിൻ്റെ കാന്തിക ഫലത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തനം. വൈദ്യുത പ്രവാഹത്തിൻ്റെ കാന്തിക ഫലത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് MCBയുടെ പ്രവർത്തനം. ഫ്യൂസിൻ്റെതോ വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തനം. നമ്മുടെ വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനമാണ് നമ്മുടെ ഫ്യൂസിൻ്റെത്. MCBൻ്റെത് അതിലെ കാന്തിക ഫലത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. MCB വീണ്ടും ഉപയോഗിക്കാം. ഫ്യൂസ് എന്താണ്? നമ്മൾ ഫ്യൂസ് പൊട്ടിപ്പോയാൽ വീണ്ടും ഉപയോഗിക്കാൻ കഴിയില്ല, വേറെ ഫ്യൂസ് കെട്ടണം അല്ലേ. നമ്മൾ കറണ്ടൊക്കെ പോകുമ്പോൾ ഫ്യൂസ് പൊട്ടി എന്ന് പറയാറുണ്ടല്ലേ, ഫ്യൂസ് പൊട്ടിപ്പോയിന്നില്ലേ, അത് തന്നെ നമുക്ക് എടുക്കാൻ കഴിയില്ല, വേറെ ഫ്യൂസ് കെട്ടണം അല്ലെ, വീണ്ടും ഉപയോഗിക്കാൻ കഴിയില്ല അല്ലെ, വേറെ നമ്മൾ ഉപയോഗിക്കണം. കുറഞ്ഞ വോൾട്ടേജ് സർക്യൂട്ട് സംരക്ഷണം അല്ലെ, കുറഞ്ഞ വോൾട്ടേജ് സർക്യൂട്ട് സംരക്ഷണമാണ് ഫ്യൂസിൻ്റെതോ കുറഞ്ഞ ഓർ ഉയർന്ന വോൾട്ടേജ് സർക്യൂട്ട് സംരക്ഷണം അല്ലേ. ഉയർന്നതും കുറഞ്ഞതുമാവാം ഇതിൻ്റെ വോൾട്ടേജ് സർക്യൂട്ട് സംരക്ഷണം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.